അണികളല്ല നേതാക്കളാണ് കോൺഗ്രസിലെ പ്രശ്നം. അതിരുവിടുന്ന നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി കെ.സി. വേണുഗോപാൽ. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസാന വാക്കായി കെ.സി. വേണുഗോപാലിനെ വിലയിരുത്താം. ദേശീയ നേതൃത്വത്തിൽ തന്നെ സർവശക്തനാണ് കെ.സി. എന്നാൽ കേരളത്തിലെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ കെ.സി. ആവശ്യമില്ലാതെ ഇടപെടാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതാ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തിയിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. അണികളല്ല നേതാക്കളാണ് പാർട്ടിയുടെ പ്രശ്നമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കെ.സി. അതിരുവിടുന്ന നേതാക്കൾക്കുള്ള മുന്നറിയിപ്പായാണ് കെ.സി. വേണുഗോപാൽ എം.പി ഇത് പറഞ്ഞത്. വിമർശനം പാർട്ടി ഫോറത്തിൽ മാത്രം മതിയെന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ കലക്കിയാൽ അത്തരക്കാരെ കോൺഗ്രസിന് വേണ്ടെന്നും കെ.സി. തുറന്നടിച്ചു. പാർട്ടി വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കുറിച്ച് എ.ഐ.സി.സിയോട് പറയണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പുനഃസംഘടനയുടെ ഏക മാനദണ്ഡം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരാണോ എന്നത് മാത്രമായിരിക്കുമെന്നും കെ.സി. പറഞ്ഞു. ചുരുക്കത്തിൽ പണിയെടുക്കാത്തവർക്കും പണി കാണിക്കുന്നവർക്കും ഇനി കോൺഗ്രസിൽ സ്ഥാനമില്ല എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നത് കോൺഗ്രസിനുണ്ടാക്കിയ അമ്പരപ്പാണ് കെ.സിയുടെ ഇപ്പോഴത്തെ പ്രതികരണത്തിന് കാരണം. പണിയെടുക്കാത്തവരായ നേതാക്കളും നേതാക്കളുടെ സ്ഥാനമോഹവുമാണ് കോൺഗ്രസിന്റെ ശാപമെന്ന് തുറന്നടിച്ചതിലൂടെ ഇത്തരം നേതാക്കളെ ഒരു കൈ അകലത്തിൽ നിർത്തുമെന്ന് തന്നെയാണ് കെ.സി. വ്യക്തമാക്കുന്നത്. കെ.സിയുടെ അന്ത്യശാസനം നേതാക്കൾ ഉൾക്കൊണ്ടാൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരം ഡി.സി.സി അധ്യക്ഷ സ്ഥാനം പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു രാജി. എൽ.ഡി.എഫ് ഭരണം തുടരുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് രവി പറയുന്ന ഫോൺ സംഭാഷണമായിരുന്നു പുറത്തു വന്നത്. അപ്രതീക്ഷിതമായി വന്ന വിവാദത്തിനൊടുവിൽ അതിവേഗമായിരുന്നു രാജി. വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി എ ജലീലുമായി പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണമാണ് കുരുക്കായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി 3-ാം സ്ഥാനത്താകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലകുത്തി വീഴുമെന്നും പാലോട് രവി പറഞ്ഞത് നേതൃത്വത്തെയും അണികളെയും അമ്പരപ്പിച്ചു. പുല്ലാമ്പാറ പഞ്ചായത്തിൽ താഴെത്തട്ടിലെ ഭിന്നത തീർക്കാൻ കൊടുത്ത സന്ദേശമെന്നാണ് പാലോട് രവി വിശദീകരിച്ചതെങ്കിലും നേതൃത്വം അത് മുഖവിലക്കെടുത്തില്ല. തുടർന്ന് എ.ഐ.സി.സിയുമായി സംസ്ഥാന നേതാക്കളുമായും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടിയാലോചന നടത്തി. സംഭാഷണം എ.ഐ.സി.സിയും പരിശോധിച്ചു. ഒടുവിൽ കെ.പി.സി.സി നേതൃത്വം രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. രാജിയില്ലെങ്കിൽ നടപടി എന്ന സന്ദേശം നൽകിയായിരുന്നു രാജിവെപ്പിച്ചത്.